സ്പെഷ്യൽ നമ്മുടെ സോണിയ ഉണ്ടാക്കും, ഞങ്ങളെല്ലാവരും തിന്നും. അപ്പൊ നമുക്ക് വീഡിയോ എടുക്കുക. ഇവിടെ തിന്നുണ്ടാക്കണമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ, തിന്നിട്ട് അഭിപ്രായം പറയാട്ടാ. ചേച്ചി ഈ മുട്ട പൊട്ടിച്ച് നമ്മളിപ്പോ ഇവിടെ 5 മുട്ട എടുക്കണം കേട്ടോ. 5 മുട്ട നമ്മളെ മുളക്കാട് വെച്ചോട്ടെ. നമ്മളിപ്പോ ഈ സമയത്ത് മുട്ട പൊട്ടിക്കുമ്പോ ഒരു കാര്യം ശ്രദ്ധിക്കണം, ചില മുട്ടകൾക്ക് ഇട്ടുണ്ടാവും. അപ്പൊ നമ്മളെ നോക്കണം നല്ലതാ. പെട്ടെന്ന് പൊടിച്ച് കഴിഞ്ഞിട്ട് അറിയ കിട്ടും മുട്ട എല്ലാം കൂടി വെച്ചു മുട്ട പൊട്ടിച്ചിട്ടാ നല്ല രീതിയിലിട്ടിട്ട് ഇടോട്ടോ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ഇച്ചിരി മധുരപ്രിയരാണ്. മുട്ടനുസരിച്ച് കൊടുക്കുക. നമ്മളിപ്പോൾ 1/2 പാക്കറ്റ് പാൽ എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടിട്ടാണോ ചോദിക്കാൻ വേണ്ട? ഇളക്കി കൊടുക്കുക, നന്നായി ഇറക്കണം. എന്നാലാണ് ഇത് നമ്മളൊരു നുള്ളു ഉപ്പ് ഇട്ടണം. ഈ പഞ്ചസാര ഇടിക്കാൻ നുള്ളു ഉപ്പ് ഇട്ടേക്കാം. നമ്മളിവിടെ ഒരാളെ എത്രയും പെട്ടെന്ന് ഒഴിവാക്കാണ്ടിരിക്കും. ഇവിടെ ആർക്കും ഗാനം ഇളക്കി കഴിഞ്ഞുട്ടാ. നോൺ സ്റ്റിക്ക് ചട്ടിയാണ്. പിന്നെ ഇതിലെ നമ്മള് സാധനങ്ങളൊക്കെ കടത്തിട്ടുണ്ട്. പഞ്ചസാര, ഉപ്പ്, സാധനങ്ങളൊക്കെ വൈ വന്നിട്ടുണ്ട്. ആ പറയുന്നത് ഒന്നും വിശ്വസിക്കണ്ട. ആ പറയുന്നതൊക്കെ കണ്ടെത്തുന്നതാണ്. അപ്പൊ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടാ. നമ്മളിവിടെ ഒരു പാക്കറ്റ് ബ്രെഡിന് 35 രൂപയാണ്. 2 പാക്കറ്റ് മേടിച്ചിട്ടുണ്ട്. പിന്നെ 50ന്റെ ബ്രെഡ് ഉണ്ടായിരുന്നു, ആ കാശിന് വെക്കുക. നമ്മൾ 35ന്റെ ബ്രെഡ് മേടിച്ചു. സിബിക്ക് ഇഷ്ടമല്ലാന്ന് പറഞ്ഞു. അതിന് 35ന്റെ നല്ല ബ്രെഡ് ആയിട്ട് കേട്ടോ. സമയത്ത് ഒരു ഡ്രൈ അറിയില്ല ഈ ബ്രെഡിലേക്ക് ഇത്ര കണ്ടത് കുറച്ചും കൂടി വേണ്ടി വരും. ഉണ്ടാക്കിയിരുന്നു നമ്മളിപ്പോ ബ്രെഡ് ഇങ്ങനെ മുക്കിയിട്ട് ചണം ബ്രെഡ് ഇങ്ങനെ അടുത്ത് എടുത്തുണ്ട്. കൈ
ചൂടായിട്ട് വരണട്ടാ. ആണ് നാളെ ബ്രെഡ് ഇട്ടിട്ട് അപ്പൊ ചൂടൊക്കെ വെച്ചാ കേട്ടോ. ചൂടായി കഴിഞ്ഞാൽ വീണ്ടും 4 ബ്രെഡ് ഇടും. ഇല്ല കേട്ടോ, മറിച്ചിട്ടു കേട്ടോ. അതിട്ടിട്ട് ഞാനുണ്ടാക്കും പറഞ്ഞു. ഇതാണ് ഉണ്ടാക്കും. ഇത് അപ്പുറത്ത് മറിച്ചിട്ടിട്ടുള്ള കേട്ടോ കരുത്. ഇവിടെ വാരി കൊടുക്കട്ടെ വീണ്ടും. എന്താ ചെയ്യാ? എല്ലാം ഇട്ടു. അടുക്കില്ല ചോറല്ല, ഏതൊരു സാധനം കൂടി കഴിഞ്ഞാൽ പെട്ടെന്ന് നടക്കൂട്ടാ. ഞാൻ എല്ലാം ഇട്ടുട്ടപ്പോ കണ്ട ഞാനാണ് പണ്ട് മിക്കതും ഞാനും ചേച്ചിയാണ് അടിപൊളിയാക്കി ചെക്കനിടും. നമ്മളെല്ലാവരും വീട്ടിലെല്ലാവരും മണ്ണി കൂട്ടാ. ക്ഷമിക്കണം ചേച്ചിക്ക് പൊളിയെ ചേച്ചി അപ്പ നല്ല പേടിക്കുന്നതാണ് എന്നെ കണ്ടിട്ട്. കേട്ടാ, പേടിച്ച ആളാണത്. എപ്പോഴും തൊഴിലെടുക്കുക ഞാൻ പോയി ചേച്ചി പറഞ്ഞിടുമ്പോ ആയിട്ട് കഴിഞ്ഞാണ്ട് ഓടിക്കണ അമ്മ ഡ്രസ്സ് മാറാൻ പോയി കേട്ടപ്പോ നമ്മളൊരു സ്ഥലം വരെ പോവാണ് കേട്ടോ. അപ്പോൾ അവിടേക്ക് പോകുമ്പോൾ നമ്മൾ ഫുഡ് കയ്യിൽ പിടിച്ചിട്ട് കൊണ്ടുപോകണം. പുറത്തത്തെ ഫുഡ് ചിലപ്പോൾ പറ്റില്ല അടയ്ക്കാം. നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ബ്രെഡ് റോസ്റ്റ് ഉണ്ടാക്കിയിട്ട് അത് നമ്മൾ കൈ പിടിച്ച് പോകാം കേട്ടോ. നമ്മൾ ചെപ്പിലാക്കിയിട്ട് ഒരെണ്ണത്തിൽ 5 വെച്ചിട്ട് കൊണ്ടുപോകണേ. ഇത് ചെപ്പ് നമ്മുടെ വീട്ടിലുണ്ടായി എൻ്റെ ഭാഗ്യത്തിന്. അപ്പോൾ നമ്മളിതിലാക്കി. ഇത് മറ്റേ ബിരിയാണിയൊക്കെ മേടിക്കുന്ന ചെപ്പത്. ഫുഡാണ് കേട്ടോ. നേരെ പുറത്ത് ഫുഡിനോട് വലിയ ഇഷ്ടമില്ല. എന്നാലും കഴിക്കില്ല എന്നല്ല കേട്ടോ, വലിയ ഇഷ്ടമല്ലേ പുറത്തെ ഫുഡ്. ഇനി വീട്ടിൽ ഇത് കൊണ്ടുപോകാം. പരമാവധി അതിൽ നിന്ന് കൊണ്ടുപോയി കഴിക്കാനാണ് ഇഷ്ടം. സാഹചര്യം അങ്ങനെ നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വ്ളോഗ് അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവരും ലൈക്ക് ചെയ്തോളൂ, ഷെയർ ചെയ്തോളൂ, സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ.